ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് പിസ്സയാണ്. ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് മാഗി പിസ്സ എന്നാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യത്തിലുള്ള ഇൻഗ്രീഡിയൻസ്: ആദ്യം മാഗി വേണം, 3 കോഴിമുട്ട, ഉള്ളി, തക്കാളി, ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് കുരുമുളക്, പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 മിനിറ്റ്സ് മാഗി നമുക്ക് 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് എത്ര വേണമെങ്കിലും ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് അത് അവിടെ നിന്ന് കുക്ക് ചെയ്തോളും. ആ ടൈമിൽ നമുക്ക് ഉള്ളിയും തക്കാളിയും നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന റൗണ്ട് ആയിട്ടാണ്. കാരണം അറിയാലോ, പിസ്സയുടെ മുകളിൽ നമുക്ക് റൗണ്ട് ആയിട്ടാണല്ലോ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ. ഇത് ജസ്റ്റ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അല്ലാതെ പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അതല്ല നിങ്ങൾക്ക് പച്ചയ്ക്ക് തന്നെ വെക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ കുറച്ച് പേടിയാണ്, അതാണ് നിങ്ങളവിടെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തായി നമ്മുടെ മാഗി എന്ന് നോക്കാം. നമ്മുടെ മാഗി ഏകദേശമൊക്കെ ഒന്ന് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെന്തിരിക്കുന്ന മാഗിയിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്? 3 കോഴിമുട്ട, കുറച്ച് കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇവിടെ മെയിൻ. അത് കൂടുതലും ചെയ്യരുത്, കുറയും ചെയ്യരുത്, ആവശ്യത്തിനായിരിക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടിയിട്ടുള്ള മസാല, അതും കൂടിയിട്ടാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. ഇത് യോജിക്കാൻ കുറച്ച് പാടാണ്, കാരണം 3 കോഴിമുട്ടയും മാഗിയും അവർ തമ്മിൽ ചേരില്ലാത്തവരാണ്. അപ്പോൾ അവർ നമുക്ക് ചേർക്കണം. അവർ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് ഒന്നിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ഒരു മീഡിയം സൈസ് ബൗളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കഷ്ടപ്പാട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ വലിയ ബൗൾ എടുത്തിട്ട് അവർ നല്ല രീതിയിൽ വിസ്ക് ചെയ്തൊന്ന് യോജിപ്പിക്കുക. അങ്ങനെ ഫൈനലി ഒരു അംഗത്തിന് ശേഷം ഞാൻ അവളെ യോജിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മാഗിയെ, മുട്ട, അതുപോലെ കുറച്ച് മസാല, ഇഷ്ടമുള്ള മസാല നിങ്ങൾക്ക് ഫ്ലേവർ അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് തവയാണ്. ആ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കിത് ഇളവി വരണം. ചില പാന് അതിൻ്റെ അടിയിൽ പിടിക്കും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിസ്സ ആയതുകൊണ്ട് ഇത് മറിച്ചിടുന്നില്ല, നമുക്ക് അതുപോലെ ഊരിങ്ങി പാത്രത്തിൽ വരണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒഴിക്കുന്ന കൂടെ തന്നെ ഒന്ന് നിരത്തി വയ്ക്കുക. ഇല്ലെങ്കിൽ മുട്ടയാണ്, അത് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് വെന്ത് പോകും. ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ ഒഴിക്കുന്ന കൂടത്തിൽ തന്നെ നിരത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അവരെ നമുക്കതിലേക്ക് ഒരു ഡെക്കറേഷൻ രീതിയിൽ ഒന്ന് നിരത്തി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒനിയൻ, അതുപോലെ ടൊമാറ്റോ, ഇതെല്ലാം നമുക്കൊന്ന് റൗണ്ടായിട്ട്, കാരണം പിസ്സയിലെല്ലാം റൗണ്ടായിട്ടാണല്ലോ വെക്കുന്നത്, അപ്പോൾ റൗണ്ടായിട്ട് അതെല്ലാം കൂടി ഒന്ന് വെക്കാം. അപ്പോൾ മഞ്ഞ ചുമപ്പ് നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. എന്തിൻ്റെ ഒരു കുറവുണ്ടല്ലേ, ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആവുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിലോ ക്യാരറ്റ് ഉണ്ടെങ്കിലോ അങ്ങനെ ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തട്ടിക്കൂട്ടാണെന്ന്. അപ്പോൾ ആ പച്ച കളറിൻ്റെ ഒരു പരിഭവം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില അങ്ങായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കോപ്പപ്പ് ചെയ്തെടുക്കാം, അല്ലാതെ വേറൊരു നിവർത്തിയില്ല. കാരണം നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചുള്ള തട്ടിക്കൂട്ട് പിസ്സയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അങ്ങനെ കുറച്ച് നേരം നമുക്ക് അടച്ച് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ആഹാ, എന്ത് മനോഹരമായ പിസ്സ! കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഒഴിച്ച എണ്ണ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ വലിയ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ സ്വാദിഷ്ടമായ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ 2 കറിവേപ്പിലയൊക്കെ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിസ്സ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. നമുക്ക് ടേസ്റ്റ് മുഖ്യമായതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ആരോഗ്യമൊക്കെ നോക്കുന്നവർ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ പിസ്സയെ, അതായത് നമ്മുടെ ഈ ഒരു മാഗി പിസ്സയെ പിസ്സ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാനിത് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം. വളരെ മീഡിയം ഫ്ലെയിമിൽ, അതായത് കുറഞ്ഞ ഫ്ലെയിമിൽ ചെയ്തുകൊണ്ടാണ് അത് അടി കരിയാത്തത്. എന്നാൽ നല്ല രീതിയിൽ വേവുകയും ചെയ്യും. അത് നല്ല രീതിയിൽ ഫുള്ളായിട്ട് മൂടി വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വാദിഷ്ടമായ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ മാഗി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മാഗിയുടെ മുട്ട ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് അല്ല, ഈ ഒരു മാഗി പിസ്സ ആയിട്ട് കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. തട്ടിക്കൂട്ടാണെങ്കിൽ പോലും വളരെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്രെയിമൊക്കെ ആയിട്ടുള്ള, അതായത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള മഗ്ഗിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഈ ഒരു പിസ്സ കഴിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെയല്ല, നമ്മുടെ ഈ പിസ്സ കഴിച്ചുകൊണ്ട് നമ്മുടെ ഈവനിങ് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.